സഹിഷ്ണുതയ്ക്ക് വേണ്ടി അച്ഛനെയും പാതിരിയെയും സ്വാമിയെയും മൂല്യാരെയും ബാണറിന്റെ പുറകിൽ വെച്ച് നടത്തുന്ന ഒരു മതേതരത്വ വിളംബര റാലിക്ക് സഹിഷ്ണുത പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രായോഗികതയുടെ വക്താക്കളായി നമ്മൾ നടക്കണം. മാറാട് എന്തായിരുന്നു സംഭവിച്ചത്? എല്ലാം തകർത്ത് തരിപ്പണമായി, കത്തിക്കരിച്ച് ചാമ്പരായി, ഇനി ഒന്നും ബാക്കിയില്ല. അതിന്റെ പേരിൽ പേന ഒരു നഖം വെട്ടിവെച്ചിട്ട് നഖം വെട്ടാൻ കഴിയാത്തവനെയും അറസ്റ്റിലാക്കി. അവസാന ശാന്തി സമയപരിക്കാൻ, ശാന്തി ഉണ്ടാവാൻ ഒരു മതേതരത്വ റാലി കഴിഞ്ഞു. ഇന്നും പൊട്ടിക്കിടക്കുന്ന പള്ളികൾ, തകർന്നുപോയ മതസൗഹാർദ്ദങ്ങൾ, തകർന്നുപോയ അയൽപക്ക ബന്ധങ്ങൾ, തകർന്നുപോയ ശിഥിലമായ ബന്ധങ്ങൾ. ആരാണ് ഈ മുറിവുകളെ ഒരുമിച്ച് കൂട്ടുക? അതുകൊണ്ട് മുറിവുകളെ ഒരുമിച്ച് കൂട്ടാൻ, സഹിഷ്ണുതയെ ഒരുമിച്ച് കൂട്ടാൻ, പരസ്പരം ചേർത്തു നിർത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, വിധവകളുടെ കണ്ണീരൊപ്പുന്ന ഒരു തത്വശാസ്ത്രത്തെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞപ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ ഖുർആൻ. ഒരു രാജ്യം നിലനിൽക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോ ആ രാജ്യം നിലനിൽക്കേണ്ടത് മർദ്ദിതരുടെ മർദ്ദകവംശത്തിന്റെ മർദ്ദനമേറ്റുവാങ്ങി കൈകാലുകളിലൂടെ രക്തം തടം തള്ളിയാ തുടങ്ങി തന്റെ മുമ്പിലേക്ക് വന്ന പ്രവാചകരെ, നേതാവേ എപ്പോഴാണ് ഞങ്ങൾക്കൊരു സഹായം കിട്ടുക എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ എന്ന് പറയുന്ന ലോകത്തിന്റെ നാഗരികതയുടെ പിതാവിന്റെ മറുപടി, നിങ്ങൾക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുമ്പോഴെന്നല്ല, എന്നാണ് മുസ്ലിമീങ്ങളെ അള്ളാഹു സഹായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ ഹദീസ് നന്നായിട്ട് പഠിക്കണം. شكونا إلى رسول الله صلى الله عليه وسلم وهو متوسل بردة له في ظل الكعبة. കൈവാലയത്തിന്റെ മുമ്പിൽ തന്റെ കൈമുട്ടുകൾ ഇങ്ങനെ തലയണിയാക്കി വെച്ച് കിടക്കുന്ന പ്രവാചകന്റെ അടുക്കലേക്ക് ഞാൻ ചോര ഒലിക്കുന്ന ശരീരവുമായി ഓടിച്ചെന്നു. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ചോദിച്ചു ഞാൻ, അലാ തസ്തൻസിറുലനാ അലാ തദ്ഉലനാ യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബി ഒരു സഹായം വന്നെത്തുക? പീഡിതനായ ഒരു അനുയായി വന്ന് സഹായം എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി, ബദർ നടക്കുമ്പോഴെന്നല്ല, ഉഹദ് നടക്കുമ്പോഴെന്നല്ല, അഹ്സാബിൽ തകർക്കപ്പെടുമെന്നല്ല, ആകാശലോകത്തിന് ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വരുമെന്നല്ല, ലോകത്താരും പറയാത്തൊരു പ്രവചനം നടത്തി പ്രവാചകൻ. ഇറാഖിലെ സന്നാ മുതൽ ഹളറമൗത്ത് വരെ ഒരു പാവപ്പെട്ട പെണ്ണ് ആരെയും പേടിക്കാതെ പാതിരാ സമയത്ത് ഏകയായി നടന്നു പോകുന്ന അവസ്ഥയിൽ ഒരു പെണ്ണിനോട് സമൂഹം സഹിഷ്ണുത കാണിക്കുന്ന ഒരു കാലം വരുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വരുന്നതെന്ന്. പടച്ചതമ്പുരാന്റെ സഹായത്തിന്റെ നിദാനം ഒരു പെണ്ണിനോട് കാണിക്കുന്ന സമൂഹത്തിന്റെ സഹിഷ്ണുത എന്ന് പുലരുമോ അന്നാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ നായകൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെണ്ണിനോട് സഹിഷ്ണുത കാണിക്കുമ്പോ, കുട്ടികളോട് സഹിഷ്ണുത കാണിക്കുമ്പോ, വൃദ്ധന്മാരോട് സഹിഷ്ണുത കാണിക്കുമ്പോ, അഗതികളോട് സഹിഷ്ണുത കാണിക്കുമ്പോ, അനാഥകളോട് കാണിക്കുമ്പോ, നിരായുധരോട് കാണിക്കുമ്പോ, നിദ്രാവിഹീനരോട് കാണിക്കുമ്പോ, നിരാലംബരോട് കാണിക്കുമ്പോ, പാവപ്പെട്ടവരോട് കാണിക്കുമ്പോ, ഗതിയില്ലാത്തവനോട് കാണിക്കുമ്പോ, പണ്ഡിതനോട് കാണിക്കുമ്പോ, ഇല്ലാത്തവനോട് കാണിക്കുമ്പോ, ഒന്നുമില്ലാത്തവനോട് കാണിക്കുമ്പോ, അതാണ് സഹിഷ്ണുത. അതാണ് ഒരു രാജ്യത്തിന്റെ ജീവൻ എന്ന് പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയാണ്. അത് വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നില്ല, എബ്രഹാം ലിങ്കൺ ആയിരുന്നില്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരോടൊക്കെ നിങ്ങൾ സഹിഷ്ണുത കാണിക്കണം. അപ്പോഴാണ് ഒരു രാജ്യത്തിന് ജീവൻ ഉണ്ടാവുക. ഇന്ത്യ മരിച്ചിട്ട് നാം ഇനി ജീവിക്കുന്നത് എന്തിനെന്ന് മലയാളത്തിന് മഹാനടൻ ബ്ലോഗിൽ കുറിച്ചിട്ടു. ഇന്ത്യ മരിച്ചിട്ട് നമ്മൾ എന്തിനു ജീവിക്കണം? ഇന്ത്യക്ക് എപ്പോഴാണ് മരിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നിയത്? ഏത് സമയത്താണ് തോന്നിയത്? പാൽക്കാലിയുടെ പുറകെ അകമ്പടി സേവിച്ചു പോയ ഇരുകാലിയെ വൃക്ഷത്തിന്റെ തലപ്പിൽ കെട്ടിത്തൂക്കിയപ്പോൾ ഇന്ത്യ മരിച്ചു എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ് ഇന്ത്യ മരിച്ചു എന്ന് എഴുതാത്തത് എന്തുകൊണ്ടാണ്? പാവപ്പെട്ട ഗർഭിണിയായ പെണ്ണിനെ മലത്തി കിടത്തിയിട്ട് അവളുടെ മൂർച്ചയുള്ള ആയുധം വയറ്റിലേക്ക് കുത്തിയിറക്കി വെളിയിലേക്ക് വന്ന കുഞ്ഞിനെ അലറി വിളിച്ചു കളയുന്ന കുഞ്ഞിന്റെ വായിലേക്ക് പെട്രോളടിച്ച് തീ കൊളുത്തി ആ പിഞ്ചു ബാല്യത്തിന്റെ തലച്ചോറ് ചിതറിത്തെറിച്ചപ്പോൾ അപ്പോഴെന്റെ ഇന്ത്യ മരിച്ചു എന്നാർക്കും ബ്ലോഗ് എഴുതാൻ തോന്നാത്തത് എന്തുകൊണ്ടായിരുന്നു? സ്വന്തം ഭർത്താവിന്റെ കൂടെ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഭർത്താവിനെ പിടിച്ചുകെട്ടി മരുഭൂമിയിൽ പിടിച്ചുകെട്ടി ആ ഭർത്താവിന്റെ മുമ്പിൽ 14 പേരും മാനഭംഗം ചെയ്തു. ആ മാനഭംഗം ചെയ്ത് വളർന്നു കിടക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ സ്വന്തം ഭർത്താവിനെ പെട്രോളടിച്ച് ജീവനോടെ കൊലപ്പെടുത്തിയപ്പോ തന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഭാര്യയുടെ മാനം കവരുന്ന റൂമിൽ നിസ്സഹായനായി നിലവിളിച്ചുകൊണ്ട് കെട്ടിയിടപ്പെട്ട ഒരു പ്രായപ്പെട്ട ഭർത്താവിനെ കണ്ടപ്പോ എന്തുകൊണ്ടാണ് ഇന്ത്യ മരിച്ചു എന്ന് ആർക്കും തോന്നാതിരുന്നത്? ആ ഇന്ത്യ മരിച്ചു എന്ന് എന്തുകൊണ്ടായിരുന്നു തോന്നാതിരുന്നത്? പാവപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ ഒരു മാംസം കടിച്ചു എന്നതിന്റെ പേരിൽ ഇന്നലെ വരെ തങ്ങളുടെ വീട്ടിൽ വന്ന് ഒപ്പം കടിച്ചവർ ചുടുകട്ടകളും മുട്ടികളുമായി തന്റെ പിതാവിനെ മർദ്ദിച്ച് അവശനാക്കുമ്പോ അരുത എന്ന് നിലവിളിക്കുന്ന ഒരു പാവപ്പെട്ട യുവാവിന്റെ മുമ്പിൽ, അവന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ഇന്ത്യ മരിച്ചു എന്ന് തോന്നാതിരിക്കുമ്പോ അപ്പോഴും ജീവനുണ്ട് എന്ന് ധരിച്ചവർ, അല്ലാത്തപ്പോൾ ജീവനില്ല എന്ന് ധരിക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഞാൻ ഏറെ പറയുന്നില്ല ഈ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്താദ്യമായി യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ച ഖുർആൻ, അതേവരെ അറേബ്യ കേട്ട വരുന്നറിയോ യാ ബനി ഹാഷിം, യാ ബനി ഖുറൈഷ്, യാ ബനി അബ്ദുൽ മുത്തലിബ്, വർഗത്തിന്റെയും ജാതിയുടെയും കോമരങ്ങളായി ഇന്ന് ഉത്തരേന്ത്യയിൽ നടക്കുന്നതാണ്. ജാതി കോമരങ്ങളായി, ഉപവർഗങ്ങളായി, ഖുറൈശികളുടെ മക്കളെ, ഹാഷിമിന്റെ മക്കളെ, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, കിനാന ഗോത്രമേ, ബനു ഖുറൈള ഗോത്രമേ എന്ന ഗോത്രത്തിന്റെ വീമ്പ് പറഞ്ഞിരുന്ന ഗോത്ര പതാകയും പിടിച്ച് കൈബാലയത്തിന്റെ മത്താഫിൽ ചെന്ന് നിന്നിട്ട് ഞങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ജിയാദ് ബനി അബീ ബക്കറിൻ തസാമ അലാ കാനൽ മുസവ്വമത്തിൽ അറാബി എന്ന് പറഞ്ഞിരുന്ന കുതിരയുടെ നിറത്തിന്റെ പേരിൽ പോലും ആദ്യത്തെ കാണിച്ച അറബികളുടെ മുമ്പിൽ ആദ്യമായി നിങ്ങളുടെ ഗോത്രത്തിന്റെ പേരിലല്ല, നിങ്ങളുടെ വർണ്ണത്തിന്റെ പേരിലല്ല, നിങ്ങളുടെ വർഗത്തിന്റെ പേരിലല്ല, നിങ്ങളുടെ ഭാഷയുടെ പേരിലല്ല, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ ജനങ്ങളെ, നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ് എന്ന് പറഞ്ഞ് പരസ്പര സഹിഷ്ണുത പഠിപ്പിച്ച പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകമായ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മോടൊരു പ്രമേയം പാസാക്കുന്നുണ്ട്. ആ പ്രമേയമാണ് തആവുനുൽ ഖദം ഇവിടെ ഏറ്റെടുത്ത് നടപ്പാക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയം മറ്റൊന്നുമല്ല, ഇനിയൊരു കാലത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ, ഇനിയൊരു ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോ, ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അവസരങ്ങളിലും അസ്വസ്ഥതകളുടെ ഇടയിലും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം, അതാണ് തആവുനുൽ ഖദം എന്ന ആ ഒരു ശീർഷകത്തെ എന്നെ വളരെയേറെ ആകർഷിച്ചത്. കാരണം ഇതൊരു സമകാലിക പ്രസക്തിയാണ്. നമ്മൾ വിചാരിക്കുക ഇത് പള്ളിയിൽ മുക്രി ജോലി ചെയ്തിട്ട് പിന്നെ ഹൗലി തെന്നി വീണ മുയ്ലിയാരെ സഹായിക്കാനുള്ള ഒരു സംഘടന എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഇന്ന് വന്ന് ഈ നോട്ടീസ് എടുത്ത് നോക്കുമ്പോ റോഷറാന്ന് നോക്കുന്നു, ഇത് രൂപീകരിക്കാനിടയായ ഒരു സാഹചര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഏതോ ഒരു പാവപ്പെട്ട പണ്ഡിതൻ ഹൗദിന്റെ കരയിൽ ഞാൻ തെന്നി വീണ് എനിക്കിനി ജീവിക്കാൻ വഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടേ എന്ന് തോന്നിയത് എന്ന ഒരു ശീർഷകം ഞാൻ അതിൽ കണ്ടു. ഞാനതിന് വായിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം പെൻഷൻ നിർത്താൻ പോയപ്പോൾ ഏറ്റവും വലിയ സമരകാഹളം കണ്ട നാടാണ് നമ്മുടെ കേരളം. കേരളത്തിന്റെ ഖജനാവിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ പെൻഷന് വേണ്ടിയാണ് മാറ്റിവെക്കുക. ആർക്കു വേണ്ടി? അധ്യാപകർക്ക് വേണ്ടി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി. ഇവിടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിന്റെ മുറ്റത്താണ് പരിപാടി നടക്കുക. ഇവിടെ നടക്കുന്ന അധ്യാപകർ അവർ റിട്ടയർമെന്റ് ആയാൽ സക്കറാത്തിന്റെ അവസ്ഥ വരെ, മരണം വരെ അവരുടെ സേവനത്തിന് പകരമായി സംരക്ഷിക്കാൻ അവർക്ക് പെൻഷൻ പദ്ധതിയുണ്ട്. അവർക്ക് 20 വർഷം സർവീസ് ഉണ്ടെങ്കിൽ, 30 വർഷം സർവീസ് ഉണ്ടെങ്കിൽ സർവീസിനനുസരിച്ച് അവർക്ക് ആനുകൂല്യം കൂടും. നമ്മുടെ പള്ളിയിൽ നേരെ തിരിച്ചിട്ടാണ്. ഇപ്പൊ ഈ സ്കൂളില് എത്ര വർഷം സർവീസ് ഉണ്ടോ അതിനനുസരിച്ച് ആനുകൂല്യം കൂടും. നമ്മുടെ പള്ളിയിൽ നേരെ തിരിച്ചിട്ടാണ്. ഏതാ 10-20 വർഷമായി, ഇനിയിപ്പോ പിരിച്ചുവിടലാണ്. നമ്മൾ നേരെ ബാക്ക് വേണം. ഇനിയിപ്പോ 10-20 വർഷം ആയില്ലേ, അപ്പൊ അതുകൊണ്ട് സേവനം കൂടിയതിന് ആളുകൾക്ക് മടുത്തു, എന്നാ പിന്നെ ഒഴിവാക്കി പുതിയതിനെ കൊണ്ടുവരാന്നാണ്. ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. വർഷം കൂടുന്നതിനനുസരിച്ച് ആനുകൂല്യം കൂടും, ഇവിടെ വർഷം കൂടുന്നതിനനുസരിച്ച് ആനുകൂല്യം കുറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ യഥാർത്ഥത്തിൽ നാം അനുഭവിക്കേണ്ട, അപ്പോ നിങ്ങൾ പറയും ഇത് പഠിപ്പിക്കുന്നത് അഖിലാക്കും സീറയും തജ്വീദും പഠിപ്പിക്കണം മുയ്ലിയാക്കന്മാരല്ലേ? അത് പിന്നെ ഫിസിക്സും സയൻസും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആസ്ട്രോണമിയും ജിയോഗ്രഫിയും ബയോളജിയും തിയറിയും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിക്കുന്ന അഭ്യസ്ത വിദ്യരല്ലേ എന്ന ഒരു വ്യത്യാസം നമ്മുടെ ഇടയിൽ, ഒരു താരതമ്യ പഠനമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഈ ഖുർആനാണ്. ആരായിരുന്നു ഈ
സയൻസ് പഠിപ്പിച്ചു കൊടുത്ത യൂറോപ്യന്മാർ ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞത് ലാ യകാദൂന യഫ്ഖഹൂന ഖൗല എന്നാണ് പറഞ്ഞത്. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, പറഞ്ഞാൽ തിരിയാത്തൊരു കാലമുണ്ടായിരുന്നു. യൂറോപ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ് സൂറത്തുൽ കഹഫ്. ലാ യകാദു, യൂറോപ്പിന്റെ വിദ്യാഭ്യാസത്തെ മേനി നടിക്കുന്നവരെ, ഈ ആത്മീയ വിദ്യാഭ്യാസത്തെ താഴെ കെട്ടുന്നവരെ ഖുർആനാണ് പറഞ്ഞത്. ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ച്, പുരാതന യൂറോപ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, പറഞ്ഞാൽ സൂറത്തുൽ കഹഫ് അല്ലേ, നാന്തപ്പെട്ട് എന്നെ നോക്കണേ, പറഞ്ഞാൽ തിരിയൂല എന്നല്ല, അത് നമുക്ക് പറഞ്ഞാൽ തിരിയാതും തിരിയൂല എന്നല്ല, ആണോ? അങ്ങനെയല്ല. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, അടുത്തെങ്ങും പറഞ്ഞാൽ തിരിയൂല, പറഞ്ഞാൽ തിരിയൂല എന്നല്ല, അടുത്ത കാലത്തൊന്നും ലാ യകാദൂന, ലാ യകാദൂന, അടുത്ത കാലത്തൊന്നും അവർക്ക് പറഞ്ഞാൽ തിരിയുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തുകയില്ല. അങ്ങനെ നിന്നിരുന്ന യൂറോപ്പ് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ഈ തുല്യമായിരുന്നുവെങ്കിൽ, ഇന്ന് എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പ്രഭവ കേന്ദ്രം ചൈനയായിരുന്നുവെങ്കിൽ, എന്തായിരുന്നു ചൈനയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നമുക്ക് മെയ്ഡ് ഇൻ ചൈന എന്ന് കാണുമ്പോ ഈ ചൈനയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താണ്? നമ്മളത് ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. മുത്തഅല്ലിമീങ്ങളോടും ആലിമീങ്ങളോടും ചൈനയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ലം നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്റ, തുണി ഉടുക്കാത്ത ആളുകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവർ. നാണം മറയ്ക്കാൻ അറിയാത്ത, വസ്ത്രം ധരിക്കാത്ത ദിഗംബരന്മാർ അവരായിരുന്നു ചൈനക്കാർ. ലം നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്റ, സൂര്യൻ ഉദിക്കുന്ന ഭാഗത്ത് പർവ്വതത്തിന്റെ നിഴലിന്റെ മറുഭാഗത്ത് തുണി ഉടുക്കാതെ നിഴൽ കൊണ്ട് നാണം മറച്ച ഒരു ജനതയായിരുന്നു. എന്താ ആളുകൾ കേൾക്കട്ടെ, ഖുർആനല്ലേ പറഞ്ഞത്. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ അള്ള തന്നെ നള്ളിയ നാടാണ്. കാരണം ഒരൊറ്റ പ്രവാചകൻ പോലും യൂറോപ്പിൽ നിന്നില്ല, സർവ്വ പ്രവാചകന്മാരും ഏഷ്യയിൽ നിന്നാണ്. യൂറോപ്പിൽ നിന്നൊരു യൂറോപ്പിൽ പ്രവാചകന്മാർ പോയിട്ടുണ്ട്, യൂറോപ്പുകാര് പ്രവാചകന്മാരില്ല, സർവ്വ പ്രവാചകന്മാരും ഏഷ്യക്കാരാണ്. അള്ളാഹു മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ. ഈ ഒരു അവസ്ഥയിൽ കിടന്ന യൂറോപ്പ്, ചൈനയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താ? ലം നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്റ, നാണം മറയ്ക്കാൻ അറിയാത്ത ദിഗംബരന്മാർ. ആ ദിഗംബരന്മാരായിരുന്ന ചൈനക്കാർ. അടുത്തെങ്ങാനും പറഞ്ഞാൽ മനസ്സിലാവാതിരുന്ന യൂറോപ്പ്, ആ യൂറോപ്പിന് മുഴുവനും വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചത്തിന്റെ വിപ്ലവാത്മകത കൊടുത്തത് അറബി സഹാബക്കൾ, അറബികൾ മുഴുവനും അവരുടെ അവസാനത്തെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണം കഴിഞ്ഞ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് അവസാനത്തെ പ്രഭാഷണം നടത്തുമ്പോ, നിങ്ങളുടെ കുതിരയുടെ മുഖങ്ങൾ എവിടേക്കാണോ തിരിച്ചുവിടുക, അവിടേക്ക് നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി നടന്നെടുക്കുക എന്ന പ്രഖ്യാപനം വന്നപ്പോ, ആ സമയത്ത് ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ മുകളിലൂടെ തങ്ങളുടെ കുതിരയുടെ മുഖം ജിബ്രാൾട്ടറിന്റെ നേരെ നിന്നവർ അവിടേക്ക് പാഞ്ഞു. സൂയസ് കനാലിന്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ കുതിരയുടെ മുഖം തിരിഞ്ഞു നിന്നവർ അവർ വീട്ടിൽ ചെന്ന് ഭാര്യയോട് വർത്തമാനം പറഞ്ഞില്ല, മക്കളോട് യാത്ര പറഞ്ഞില്ല. സൂയസ് കനാലും കടന്നിട്ട് താരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു തആല അൻഹുവിനെ നേരത്തുണ്ട്. 10,000 സഹാബത്തിന്റെ സമൂഹം സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോ കുതിരപ്പട്ടാളവുമായിട്ട് കപ്പൽ കയറിയിട്ടവരെ കപ്പൽ കിടന്ന് ജിബ്രാൾട്ടർ കടലിടുക്കം കിടന്ന് യൂറോപ്പിന്റെയും സൂയസ് കനാലിന്റെയും മറുഭാഗത്ത് കൂടി കടന്നു ചെന്ന് മഹാന്മാരായ സഹാബത്തിന്റെ കപ്പൽ സംഘം ദ്വീപിലേക്ക് പ്രവേശിക്കാൻ പോവുകയാ. സഹാബത്ത് ദ്വീപിൽ ഇറങ്ങിക്കിടഞ്ഞപ്പോ സംഘത്തലവനായ സഹാബി പറഞ്ഞു, അത്രേ നിങ്ങളുടെ കപ്പലിനെ കരിച്ചു കളയുക. ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ കപ്പൽ, ഏക യാത്രാവാഹനമായ കപ്പൽ നമ്മൾ കരിച്ചു കളഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിനെ തിരിച്ചു മക്കയിലേക്ക് തിരിച്ചു പോവുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയാത്തവർ ഈ ചരിത്രം അറിയണം. ഈ വൈദേശിക ആധിപത്യത്തിന്റെ കമ്പനിയായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയപ്പോ അവർ ഇന്ത്യയുടെ പൈതൃക സ്വത്തുക്കൾ മുഴുവനും ഇന്ത്യയിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് ബ്രിട്ടനിലേക്ക് കുടിയേറിപ്പാത്തവരാണെങ്കിൽ നിലമ്പൂരിലെ തേക്ക് ഇപ്പോഴും കാണാം. ആ തേക്ക് ഉപേക്ഷിച്ചിട്ട് പോയ സായിപ്പന്മാര് തേക്കിന്റെ തടിയുമായിട്ടാണ് ഇവിടെ നിന്ന് പോയതെങ്കിൽ ഇംഗ്ലീഷുകാരൻ നമ്മുടെ സ്വത്ത് കട്ടെടുത്തു കൊണ്ടുപോയവരാ. പക്ഷെ അറബികൾ ആരെന്നറിയോ? വിജ്ഞാനമെന്ന
സമ്പത്തുമായിട്ട് ജിബ്രാൾട്ടർ കടലെടുക്കും, അറബിക്കടലും കടന്ന് കേരള സംസ്ഥാനത്തിന്റെയും ഇന്ത്യ രാജ്യത്തിനും അടക്കമുള്ള പ്രബോധനത്തിന്റെ മാർഗമായി കടന്നു വന്ന ഈ പ്രബോധക സമൂഹത്തിന്റെ മുൻഗാമികളുടെ കഥയാ പറയാ. നടുക്കടലിന്റെ മുമ്പിൽ വെച്ച് കപ്പൽ കത്തിക്കരിച്ച് ചാമ്പലാക്കേണ്ടു. സംഘത്തലവൻ പറഞ്ഞു, അത്രേ ഇനി എവിടേക്ക് മടങ്ങിപ്പോകാനാ? ഇനി മടങ്ങിപ്പോകേണ്ടത് നമ്മളിനി അള്ളാഹുവിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചവരല്ലേ. ഭാര്യയോടും മക്കളെയും അടുക്കലേക്ക് തിരിച്ചു പോകാനോ? ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാമെന്നവരാ. നടിക്കടലിൽ വെച്ച് കപ്പൽ പോലും കത്തിക്കരിച്ച് ചാമ്പലാക്കി പടച്ചിറപ്പിലേക്കും മടങ്ങിപ്പോകാനുള്ള തീരെ പിടിപ്പിക്കാമെന്ന ഒരു പ്രബോധക സമ്പത്തിന്റെ പിന്തലമുറക്കാരാണ് ഈ താവുൽ ഖദമിന് മുമ്പിൽ ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവേ, അള്ളാഹുവേ, ആ പ്രബോധനം നടത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. പ്രബോധനം നമ്മുടെ ദൗത്യമാണ്. ആ ദൗത്യം വരുമ്പോൾ പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. കാരണം ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് ഉപദേശം പറയുമ്പോ മകനോട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ധാരാളം ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അതിൽ ധാരാളം വാപ്പയോടുള്ള കടമയുണ്ട്, ഉമ്മയോടുള്ള കടമ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ പറയാൻ സമയമില്ല, 1 മണിക്കൂർ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് ധൃതിയുണ്ട് പോവാൻ. എനിക്ക് 1 മണിക്ക് ട്രെയിനിന് പോകണം. അപ്പോ ആ സമയത്ത്, അതുകൊണ്ട് ഉള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പിരിയാം. ഇതിന് ശേഷം ദുആയി നടക്കാനുണ്ട് അല്ലേ? ദുആയില്ലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലും എന്താ പറഞ്ഞു വന്നേ? എന്തോ ഞാൻ പറഞ്ഞല്ലോ. രാവിലെ അവർ വന്ന നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചേ. ശ്രദ്ധിക്കണ്ടോ? ഓക്കെ, അൽഹംദുലില്ലാ, റാഹത്ത്. പെണ്ണുങ്ങൾ വാള് കേൾക്കാൻ വന്നിരിക്കും. എവിടെ വാള് പറയാൻ സമയം? പെണ്ണുങ്ങൾ വാള് കേൾക്കാൻ വന്നിരുന്നാൽ ഇതുപോലൊരു പൊതു സാംസ്കാരിക സമ്മേളനത്തിൽ എങ്ങനെ വാള് പറയാം? ഞാൻ പറയാതിരുന്ന പെണ്ണുങ്ങൾ പറയും വാക്കവി പണ്ടത്തെ പോലെ വാളൊന്നും പറഞ്ഞില്ല. അത് എന്നാലും ഉള്ളത് കേട്ടോളി. എന്ന് ഈ കബറും കഫന്നുണി മാത്രമല്ല, ഇങ്ങനെ കുറെ കാര്യങ്ങളും കൂടി പഠിക്കണം. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിനോടുള്ള കടമ, വ്യക്തിയോടുള്ള കടമ, ഗതാഗത നിയമങ്ങൾ പോലും ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ മകനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആർക്കാ മക്കളോട്, നമ്മുടെ മക്കൾക്ക് ബൈക്ക് ഉണ്ടെന്ന് കരുതുക, നമ്മുടെ മക്കൾക്ക് കാറുണ്ട്, ഒരു വാപ്പ ആ മകനെ ഗതാഗത നിയമം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്ത പുസ്തകമാണ് ഖുർആൻ. നമ്മൾ എത്ര പേര് ചെയ്യാറുണ്ട്? ഖുർആനിനെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് വീഴ്ച വന്നു. ഒരു വാപ്പ മോനോട് നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, ഉമ്മാനോട് സ്നേഹം കാണിക്കണേ എന്ന് മാത്രമല്ല, നമ്മുടെ മകനൊരു ബൈക്കുണ്ട്, ആ ബൈക്കിൽ അവൻ യാത്ര ചെയ്യുന്നുവെങ്കിൽ വാപ്പ ഗതാഗത നിയമം അവനെ പഠിപ്പിച്ചു കൊടുക്കണോ. മോനെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നിന്റെ ഗതാഗതത്തിൽ നിയന്ത്രണം പാലിക്കണേ. സ്പീഡ് ലിമിറ്റ് 40 കിലോമീറ്റർ എന്ന് സൈൻ ബോർഡിൽ കണ്ടാൽ അതിന്റെ അപ്പുറത്തേക്ക് പാടില്ല മോനെ. സ്പീഡ് ലിമിറ്റ് 40 കിലോമീറ്റർ എന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല. ഗതാഗത നിയമം, ഖുർആനും ഗതാഗത നിയമം എന്നൊരു വിഷയം ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ജുമയ്ക്ക് ഒരു 6-7 വെള്ളിയാഴ്ച സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടോ മോനെ ബൈക്ക് ഉണ്ടെങ്കിൽ സൈലൻസർ കട്ട് ചെയ്ത് അരോചകമായ ശബ്ദത്തോടെ ൂടെ കുതിച്ചുപായരുടെ നിന്റെ സഞ്ചാരത്തിൽ നിന്റെ ശബ്ദത്തെ നീ താഴ്ത്തിയേക്കണേ. കഴുതയുടെ ശബ്ദം വളരെ അരോചകമാണ് ആളുകൾക്ക് കേൾക്കാൻ. നമ്മൾ റോഡിൽ നിൽക്കുമ്പോ ഈ വലിയ ഒരു യമഹയുടെ 120 എന്താ എന്റെ പേര് R5 അതിനൊരു ബൈക്കൊക്കെ ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് ചില കുട്ടികൾ രാവിലെ അതിന്റെ സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്യും. ഭയങ്കര സൗണ്ട് ആവും. അതിങ്ങനെ വെച്ചിട്ട് 9 മണിക്ക് കോളേജിലേക്ക് കുട്ടികൾ പോണ സമയത്ത് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് കാലൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് കുളത്തിന്റെ മുകളിൽ കൊക്കിരിക്കണോ അതിങ്ങനെ നിന്നിട്ടൊരു പോക്കുണ്ട്. ആ കേൾക്കുന്ന സൗണ്ട് എല്ലാവർക്കും അരോചകമാണ്. അത് പൊല്യൂഷൻ ഉണ്ടാക്കും, അത് പാടില്ല എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഈ വിശുദ്ധ ഖുർആനാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ് തആവുൽ ഖദമിലുള്ള ആളുകൾ. ആരായത് പറഞ്ഞു? അത് ദീനിയാത്ത് അഖിലാക്കുമല്ലേ, അത് സീറയല്ലേ, അത് തജ്വീദ് പഠിപ്പിക്കലല്ലേ. രാവിലെ മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഗതാഗത നിയമം, പൊല്യൂഷൻ പാടില്ല, അന്തരീക്ഷ മലിനീകരണം പാടില്ല. ഇപ്പോ കേരള ഹൈക്കോടതി ഉത്തരവിട്ടു, ബൈക്കിൽ മോഡിഫിക്കേഷൻ പാടില്ല.
സൈലൻസിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ബിഫോർ 1400 years ago, 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ നിരോധിച്ചതാണ് ഇത് പാടില്ല എന്ന്. ഇതാണ് ഖുർആൻ. ഇത് പഠിപ്പിക്കുന്ന മക്കളെ പഠിപ്പിക്കുന്ന ആളുകളാണ് ഇരിക്കുന്നത്, അല്ലാതെ കോയിൻ ഇറക്കാൻ വേണ്ടി മാത്രമെന്ന് മുക്രിക്കാക്ക അല്ല ഇത് എന്നാദ്യ സമൂഹം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സമൂഹം ചെയ്യുന്ന ജോലിയുടെ മഹത്വം കുറച്ച് കാണിച്ചത് കൊണ്ടാണ് സമൂഹത്തിന് അവർക്ക് സേവനത്തിനനുസരിച്ച് വേതനം നിശ്ചയിക്കാൻ നമുക്ക് കഴിയാതെ പോയത്. ഈ വിദ്യാഭ്യാസത്തിന്റെ മേന്മയെ നമ്മൾ കുറച്ച് കാണിച്ചത് എന്ന് സമകാലീന സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയുമായിരുന്നെങ്കിൽ ഞാൻ ആ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഏറെ പറയുമായിരുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനെ മനസ്സിലാക്കാനുള്ള അർഹമായ തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി സയൻസ് പഠിപ്പിച്ചില്ലെങ്കിലും പൊല്യൂഷൻ പഠിപ്പിച്ചില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ആകെ രാവിലെ മുതൽ വൈകുന്നേരം വരെ 9 മണി മുതൽ 4 മണി വരെ നിന്റെ മക്കൾ E=mc² എന്ന ദ്രവ്യപരിവർത്തന സിദ്ധാന്തം പഠിക്കുമ്പോ CO2, കാർബൺ, H2O, ജലം, ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുമ്പോ, കോപ്പറിന്റെ മൂലകങ്ങൾ പഠിപ്പിക്കുമ്പോ, ജലത്തിന്റെ മൂലകങ്ങൾ പഠിപ്പിക്കുമ്പോ, രാവിലെ കിട്ടുന്നവരും അരമണിക്കൂർ മുമ്പിൽ എത്തിയിട്ട് മക്കളെ നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയോടും കട്ടപ്പെടുത്തുന്ന വാപ്പയോടും എന്ന് പറയരുത് എന്ന് നമ്മെ കുറിച്ചിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ഈ മണ്ണിന്റെ മുകളിലുണ്ട് എങ്കിൽ അത് ഈ സമൂഹമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ഇനി വൈകരുത്. നമ്മെ കുറിച്ച് ചിലപ്പോ വാപ്പയെ കുറിച്ച് ഉമ്മ പറഞ്ഞു കൊടുക്കണമെന്നില്ല, ഉമ്മയെ കുറിച്ച് വാപ്പ പറഞ്ഞു കൊടുക്കണമെന്നില്ല. വാപ്പയും ഉമ്മയിൽ കയ്യിൽ കിട്ടുന്ന രാവിലത്തെ അരമണിക്കൂർ നമ്മുടെ കട്ടപ്പാടിനെ കുറിച്ച് നമ്മുടെ മക്കളെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന ഭൂമിയുടെ മുകളിലുള്ള ഒരു വർഗം ഈ മുഅല്ലിമീങ്ങളാണ്, ഈ മുദരിസീങ്ങളാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധമെങ്കിലും നമുക്കില്ല. നമ്മുടെ ഈ വിദ്യാഭ്യാസത്തോടുള്ള പുച്ഛവും അവജ്ഞയും മാറില്ല എന്ന് ഞാൻ ഭംഗ്യതരേണ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅല്ലിം സമൂഹങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രബോധനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഇതിൽ ക്ഷമ എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മോനെ, ഉമ്മയോടും വാപ്പയോടും ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈനി അനിഷ്കുർ ലി വലിവാലിദൈ എന്ന ഉപദേശമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു, മോനെ, വഉമുർ ബിൽ യാ ബുനയ്യ അഖിമിസ് സലാത്ത വഉമുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ സാബക. പൊന്നുമോനെ, ഓ പൊന്നുമോനെ, യാ ബുനയ്യ അഖിമിസ് സലാ, പൊന്നുമോനെ നമസ്കാരം നിർവഹിക്കണേ. അതോടൊപ്പം തന്നെ വഅമുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ പറയുകയും തിന്മയുടെ വിപാടുകളാടുകയും ചെയ്യണേ. ആ പ്രബോധനത്തിന്റെ വേദിയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോ ധാരാളം പ്രതിസന്ധിയും പ്രയാസങ്ങളും വരാൻ സാധ്യതയുണ്ട്. ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങൾ മാറ്റിവെക്കണേ, അതിനെ ക്ഷമിക്കാൻ തയ്യാറാവണേ എന്ന് വിശുദ്ധ ഖുർആൻ. ഇതിന്റെ പിറകിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും വരും. അതിനെ മറികടക്കാൻ നമ്മൾ തയ്യാറാവണം. മറികടന്നിട്ട് നാം ഈ പ്രബോധനം ലോകത്തോട് ചെയ്യണം. സഹിഷ്ണുതയില്ലാത്ത ലോകത്തോട് നമ്മൾ ഈ പ്രബോധനം ചെയ്യണം. എന്താണ് പ്രബോധനം ചെയ്യേണ്ടത്? അള്ളാഹു പറയുന്നുണ്ട്, 2 കാര്യങ്ങൾ നിങ്ങൾ പ്രബോധനം ചെയ്യുക. 2 കാര്യങ്ങളിൽ നിങ്ങൾ പ്രബോധനം ചെയ്യാൻ പാടില്ല, നിങ്ങൾ മിണ്ടാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അതാണ് തആവനുൽ ഖദം. വലാ തആവനു അല്ലേ, അങ്ങനെയല്ലേ? വലാ തആവനു ബിൽവത്തഖ്വ രണ്ടാമത് പറയാന്ന് വിചാരിച്ചിട്ട് അല്ല, അല്ലാഹു പറയാണ്, വലാ തആവനു ബിൽ ഇസ്മി വൽ ഉദ്വാൻ. പരസ്പര വൈരാഗ്യത്തിന്റെയും പരസ്പര കാലുഷ്യത്തിന്റെയും പ്രബോധനം നിങ്ങൾ നടത്താൻ പാടില്ല. അതിന്റെ പേരിൽ നിങ്ങളെ സഹായിക്കാൻ പാടില്ല. നിങ്ങൾ ശത്രുതയുടെ പേരിൽ, അസഹിഷ്ണുതയുടെ പേരിൽ നിങ്ങൾ സഹായിക്കരുത്. ഈ ഭാരതരാജ്യത്തിന് ബോംബ് സ്ഫോടനം നടത്തിയൊരു മുസ്ലിമാണെങ്കിൽ അവന് താമസിക്കാൻ സൗകര്യമൊരുക്കൽ കൊടുക്കൽ പോലും മഹാപാതകമാണ്. അത് ചെയ്യരുത്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഭീകരാക്രമണത്തിന്റെ പുറകിലെ തിരക്കഥയും തിരശ്ശീലയും നമുക്ക് പിന്നീട് അറിയാം. എങ്ങാനും ഒന്ന് സംഭവിച്ചാൽ അത് നിന്നെ മുസ്ലിമാണെങ്കിൽ പോലും അവരൊരു കൊള്ളി പച്ചവെള്ളം കൊടുത്ത് നീ അറിഞ്ഞുകൊണ്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ ലക്ഷ്യമിനാ നിറഞ്ഞ് നീ സഹായിച്ചാൽ
മാതൃരാജ്യത്തിനെതിരെ അവനെ സഹായിച്ചാൽ അതിന് ഖുർആന്റെ സന്ദേശത്തിന് വെളിയിലാണ്. അവനൊരു സിം കാർഡ് എടുക്കാൻ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് പോലും ലക്ഷ്യമറിഞ്ഞുകൊണ്ട് നീ ചെയ്താൽ നീ ഇസ്ലാമിന്റെ ഖുർആന്റെ സന്ദേശത്തിൽ നിന്ന് പുറത്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത സഹിഷ്ണുതയുടെ ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നിങ്ങൾ ശത്രുതയെ വളർത്താൻ പാടില്ല. ഈ ഉലമാ സമൂഹത്തിന്റെ സേവനം നിങ്ങൾ അറിയണമെങ്കിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കേരളം കത്തിജ്വലിച്ചു. മാതൃഭൂമി ദിനപത്രം പ്രവാചകനെ അവഹേളിച്ചുകൊണ്ട് ലേഖനം എഴുതി. പിറ്റേ ദിവസം രാവിലെ അന്ന് രാത്രി ഇസ്ലാമിക സംഘടനകൾ ഒന്നിച്ചു പ്രതിരോധിച്ചു. നമ്മുടെ ഇടയിൽ ശശികല പറയും പോലെ സുന്നി മുജാഹിദും തമ്മിൽ പ്രശ്നം ഉണ്ടാവാം, മുജാഹിദും തബ്ലീഗും തമ്മിലുണ്ടാവാം, തബ്ലീഗും സുന്നിയും തമ്മിലുണ്ടാവാം, സുന്നിയും എല്ലാവരും തമ്മിലുണ്ടാവാം. അത് ആദർശപരമായ കാര്യങ്ങളിൽ വ്യതിയാനം നിലനിൽക്കെ തന്നെ പൊതുശത്രുവിനെതിരെ ഒന്നിക്കാൻ ഞങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട. അത് കണ്ടിട്ട് ഇനി ആരും പായസമൊന്നും ഉണ്ടാക്കണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദർശപരമായ വ്യതിയാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിൽ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിനെതിരെ വരുന്ന പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ ഞങ്ങളുടെ പ്രവാചകനെ അവഹേളിച്ചാൽ, ഞങ്ങളുടെ പ്രവാചകൻ മുജാഹിദിന്റെ പ്രവാചകനും സുന്നിയുടെ പ്രവാചകനും തബ്ലീഗിന്റെ പ്രവാചകനും ആര് പറയുന്ന പ്രവാചകൻ ഓരോരുത്തരും മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന പ്രവാചകനെതിരെ വന്നപ്പോ ഇസ്ലാമിക സംഘടന ഒറ്റക്കെട്ടായി അതിനെതിരെ സമരാഹ്വാനം ചെയ്തു. മാതൃഭൂമി ബഹിഷ്കരിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, പാരീസിലും ബ്രിട്ടനിലും അടക്കം ഈ അടുത്ത സമയത്ത് നടന്ന ചാവേർ സ്ഫോടനങ്ങൾ അതിന്റെ പുറകിലുള്ള കാരണത്തെ കുറിച്ച് പറയുന്നത് ഡാനിഷ് വത്തത്തിന്റെ പ്രവാചക അവഹേളനത്തെ കുറിച്ചാണ്. ചാവേറുകളായി പൊട്ടിത്തെറിച്ചു. പക്ഷെ നിങ്ങൾക്കറിയുമോ, ഈ മുസ്ലിം സമൂഹത്തിന്റെ ഖത്തീബുമാർ നടത്തുന്ന സേവനം മാതൃഭൂമി പത്രത്തിൽ പ്രവാചക ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആക്ഷേപിച്ചിട്ട് മാതൃഭൂമിയുടെ ഓഫീസിന്റെ നേരെ ഒരാൾ കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ചില്ലടഞ്ഞിട്ടില്ല, ഒരു പത്രത്തിന്റെ വാഹനം തടഞ്ഞിട്ടില്ല, ഒരാളുടെ നേരെ കൈയെത്തിയിട്ട് പോലുമില്ല. കാരണം എന്തെന്നറിയോ? പിറ്റേ വെള്ളിയാഴ്ചകളുടെ മെമ്പറുകളിൽ ഒരു സമൂഹത്തിന്റെ ചെറുപ്പക്കാർ വരുമ്പോ ആ ചെറുപ്പക്കാരെ സിരകളിൽ തീ പിടിപ്പിക്കാൻ കഴിയുന്ന പ്രസംഗത്തിന്റെ അനുയായികളാണ് ഈ ഇരിക്കുന്ന ഖത്തീബുമാരും മുഅല്ലിമീങ്ങളും. പ്രസംഗകലയിൽ ഖത്തീബുമാരെയും ഇമാമിങ്ങളെയും വെല്ലാൻ ഒരാളും അവരെ ജനിച്ചിട്ടില്ല. വെള്ളിയാഴ്ച മെമ്പറിൽ കിട്ടുന്ന അരമണിക്കൂർ കൊണ്ട് മുമ്പിലിരിക്കുന്ന സമൂഹത്തെ വൈകാരികമായോ അല്ല വിവേകപരമായോ ഏത് രീതിയിലും പ്രതികരിപ്പിക്കാൻ കഴിയുന്ന ഈ സമൂഹം. പക്ഷെ ഈ സമൂഹം അവർക്ക് ശത്രുത നമ്മുടെ നാടിന് ആപത്താണ് എന്ന് ക്രിയാത്മകമായി പ്രതികരിപ്പിച്ചപ്പോ ഒരു ചില്ല് പോലും അറിയാതെ ബ്രിട്ടനിലും പാരീസിലും ചാവേർ ആക്രമണം നടക്കുമ്പോ കേരളത്തിൽ ഒരു മാതൃഭൂമിയുടെ ഒരു വാഹനത്തിന് നേരെ വേണ്ട, മാതൃഭൂമി പത്രം കൊണ്ട് ജീവിക്കുന്ന സൈക്കിളിൽ കൊടുക്കുന്ന ഒരാളെ പോലും പിടിച്ചു നിർത്താറ് മാതൃഭൂമിക്കെതിരെ പ്രതികരിക്കാൻ 5 ലക്ഷം സർക്കുലേഷനാണ് ഒരൊറ്റ ദിവസം കൊണ്ട് കുറയ്ക്കാൻ കഴിയുന്ന ഈ സമൂഹത്തിന്. അതെന്തുകൊണ്ടെന്നറിയുമോ? ഈ സമൂഹത്തിന്റെ നേതൃത്വത്തിന്റെ ദിശാബോധമാണ്. കഴിഞ്ഞിട്ടില്ല. അതാണ് കേരളീയ സമൂഹത്തിന്റെ പാരമ്പര്യം. തആവുൽ ഖദ മുമ്പിലോട്ട് വെക്കുന്ന സന്ദേശം അതാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയും വൈരാഗ്യവും നമുക്ക് വേണ്ട, ശത്രുതയും വൈരാഗ്യവും നമുക്ക് വേണ്ട. മാതൃഭൂമി കിടുകിട വിറച്ചു. പിറ്റേ ദിവസം ബഹിഷ്കരിക്കാൻ ആസ്വദിച്ചു. എല്ലാവരും പറഞ്ഞു. പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ വന്നു, മാതൃഭൂമി നാളെ രാവിലെ ഇറങ്ങിയാൽ ചവിട്ടി അരച്ചിട്ട് ഞങ്ങളത് ക്ലോസറ്റിൽ കൊണ്ടുപോയിടും. മാതൃഭൂമിക്കാരൻ്റെ ഒരു അന്തം വിട്ട ബുദ്ധിയെ അവൻ പിറ്റേ ദിവസം ഞാൻ ഓർത്ത് ഹജ്ജാന്ന് ഫ്രണ്ട് പേജ് മുഴുവൻ കഅബയും. മാതൃഭൂമിയുടെ പിറ്റേ ദിവസം ഫ്രണ്ട് പേജിൽ കഅബയുടെ മുമ്പിൽ തവാഫ് ചെയ്യുന്ന ഒരു വലിയ ജനക്കൂട്ടം. കാരണം മാതൃഭൂമിക്കാരനറിയാം ഇതിന്റെ മോളി ആരും ചവിട്ടൂല്ല. പിറ്റേ ദിവസത്തെ കരികാല ബുദ്ധിയായിരുന്നു അത് ചവിട്ടാതിരിക്കാൻ. പിറ്റേ ദിവസം അന്ന് ഉംറയില്ല, ഒന്നുമില്ല. ഉംറ ഉണ്ടാവാം, ഹജ്ജൊന്നും അല്ല. വലിയൊരു ഫുൾ പേജ്. എന്തെന്നറിയോ? ഈ സമൂഹം പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചാൽ മുമ്പിൽ നിൽക്കുന്നവർക്കറിയാം ഈ സമൂഹത്തിന്റെ പ്രതികരണം എന്താണെന്ന്. എന്താണ് ചെയ്യേണ്ടത്? ഈ സമൂഹത്തിന് കൃത്യമായ ദിശാബോധമുണ്ട്. വൈകാരികമായി അങ്ങനെ പ്രക്ഷുബ്ധരാകുന്ന ഒരു യുവാക്കളുടെ സമൂഹമല്ല, അങ്ങനെ ഒരു സമുദായമല്ല ഈ സമുദായമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അവരുടെ പുറകിലെ അതണ്ടി വൈകാരികമായി അതിനെ ഉത്ബുദ്ധരാക്കുക എന്നതായിരുന്നു. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ.